ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെ പിടികൂടാൻ ആകാതെ മുംബൈ പോലീസ്. ആക്രമണം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും കാര്യമായ വിവരമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ പുതിയ ചിത്രം പുറത്തു വന്നിട്ടുമുണ്ട്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, അതീവ സുരക്ഷാ മേഖലയിൽ അടക്കം സുരക്ഷയുള്ള ഒരു പ്രദേശത്ത് അടക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ആ ആക്രമണ ശേഷവും മണിക്കൂറുകൾ പിന്നിടുന്നു, ദിവസങ്ങൾ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അപ്പോഴും പ്രതി കാണാമറയത്താണ്. ഏത് നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? അഭിലാഷ്, സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 56 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ പ്രതിയെക്കുറിച്ചൊരു തുമ്പും പോലീസിന് അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കുന്നത്. ഏതായാലും ചില CCTV ദൃശ്യങ്ങൾ കൂടി അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. പ്രധാനമായും രാവിലെ ഒരു ചിത്രമാണ് പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ 2 CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഒന്ന്, ഈ സംഭവം നടക്കുന്നത് സെയ്ഫ് അലി ഖാനെ ആക്രമിക്കുന്നത് ഏതാണ്ട് 2:30 മണിയോടുകൂടി പുലർച്ചെയാണ്, 1 മണി നേരത്താണ്. അതിനുശേഷം 7 മണിയോടുകൂടിയുള്ള ബാന്ദ്രയിൽ നിന്നുള്ള CCTV ആണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രതി നടന്നു പോകുന്നതാണ് ഉള്ളത്. അതായത് ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയതെങ്കിൽ വസ്ത്രം മാറിക്കൊണ്ട് ഒരു ഇളം നീല ഷർട്ട് ഇട്ടുകൊണ്ടുള്ള CCTV ആണ്. ഇളനീല ഷർട്ട് ധരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ CCTVയിലുള്ളത്. കയ്യെ കെട്ടിക്കൊണ്ട് CCTV ക്യാമറയിൽ പതിയുമോ എന്ന സംശയം പ്രതിക്കുള്ളത് പോലെയാണ് നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇത് 7 മണിക്കാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ആക്രമണം നടന്ന് ഏതാണ്ട് 5 മണിക്കൂറോളം ഈ പ്രദേശത്ത് തന്നെ പ്രതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ CCTV ആയി പുറത്തുവിട്ടിരിക്കുന്ന ഒന്ന് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നുള്ള ഒരു കടയിൽ ഈ പ്രതി എത്തിയിട്ടുള്ളതാണ്. അവിടെ എത്തിയ ശേഷം ഫോണിന്റെ ഹെഡ്സെറ്റ് വാങ്ങിയ ശേഷം പ്രതി കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് രണ്ടാമത്തെ CCTVയിലുള്ളത്. ഇതിന്റെ സമയം 9 മണിയാണ്. അതായത് ഈ ആക്രമണം നടന്ന ഏതാണ്ട് 6-7 മണിക്കൂർ നേരം ബാന്ദ്ര മേഖലയിൽ തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ സംശയിക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘം ഇപ്പോൾ അനുമാനിക്കുന്നത് ഒരുപക്ഷെ മുംബൈ വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗുജറാത്തിലേക്ക് പ്രതി കടക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഗുജറാത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവം നടന്ന് ആക്രമണം നടന്നിപ്പോൾ 56 മണിക്കൂർ പിന്നിടുമ്പോഴും പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും ലഭിച്ചില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെയാണ് പ്രതി എന്ന് അന്വേഷണ സംഘം അനുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രതിയുടെ കൈവശമുള്ള ബാഗാണ്, ഫാസ്റ്റ് ട്രാക്ക് ബാഗാണ് പ്രതി ഉപയോഗിച്ചെന്ന് ആദ്യത്തെ CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേ ബാഗ് തന്നെയാണ് ഇപ്പോഴും ഈ ദൃശ്യങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ തന്നെയാണ് പ്രതി എന്ന അനുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇയാൾ എവിടെയാണ് തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഗുജറാത്തിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്ന അനുമാനം അന്വേഷണ സംഘത്തിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ, അതായത് ഇത്രയും പ്രധാനപ്പെട്ട, അതായത് രാജ്യം അറിയപ്പെടുന്ന ഒരു നടൻ ആണ്, മാത്രവുമല്ല ഈ സുരക്ഷിതമായ ഒരു ഇടത്ത് വെച്ചാണ് ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നത്. മണിക്കൂറുകൾ പിന്നിട്ട ശേഷവും പ്രതിയെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇത് രാഷ്ട്രീയമായ വിമർശനമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ, അതായത് ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്നത് അന്വേഷണ സംഘത്തിനുണ്ടാക്കുന്ന നാണക്കേടിനോടൊപ്പം തന്നെയാണല്ലോ അതിൻ്റെ രാഷ്ട്രീയ വിമർശനവും. തീർച്ചയായും അഭിലാഷ്, കാരണം 20 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ കേസിൽ അന്വേഷണം നടക്കുന്നത്. മുംബൈ ലോക്കൽ പോലീസ്, ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച്, ക്രൈം ഇന്റലിജൻസ് യൂണിറ്റ്, ഇങ്ങനെ 20 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ പോലും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. കാരണം ഇന്നലെ ഉച്ചയോടുകൂടി അറസ്റ്റ് ഉണ്ടായി എന്നായിരുന്നു അഭ്യൂഹം പ്രചരിച്ചിരുന്നത്. കാരണം കസ്റ്റഡിയിലെടുത്ത ആളെ ഏതാണ്ട് 5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഈ 5 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം അയാളെ വിട്ടയക്കുകയാണ് ചെയ്തത്. പോലീസ് തന്നെ വ്യക്തമാക്കിയത് ഇയാൾക്ക് ഈ സംഭവവുമായി ബന്ധമില്ല, ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കി. അതിനുശേഷം നേരത്തെ സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ ജോലി ചെയ്തിരുന്നവരെ ഒക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഏതാണ്ട് 30-ലധികം പേരുടെ മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊന്നും തന്നെ ഒരു തുമ്പും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, പ്രതിപക്ഷം വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധം ഈ വിഷയമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രമസമാധാന നില മുംബൈയെ സംബന്ധിച്ച് തകർന്നിരിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇന്ന് ശിവസേന മുഖപത്രമായ സാമ്ന വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഫഡ്നവിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, പ്രതിയെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ട്, ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്ന് ആവർത്തിക്കുകയാണ് സർക്കാർ. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരവും നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് പ്രതി ഏതായാലും മഹാരാഷ്ട്രയിലില്ല, മുംബൈയിലില്ല, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നു. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയെ അവർ കാണുന്നത് ഗുജറാത്താണ്. അതുകൊണ്ടാണ് ഗുജറാത്ത് കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതിയെക്കുറിച്ചുള്ള വിവരം
ലഭ്യമാകുന്നില്ല. പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചു എന്ന് ഒഴിച്ചു നിർത്തിയാൽ എവിടെയാണ് പ്രതി, എവിടേക്കാണ് പ്രതി മാറിയിട്ടുള്ളത്, പ്രതിയുടെ നീക്കങ്ങൾ എങ്ങനെ, ഇതൊന്നും കണ്ടെത്താൻ പോലീസിന് സാധിക്കാതെ പോകുന്നു.